നമസ്കാരം. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ത്രയം തുടർക്കഥ ഭാഗം 23. ആശുപത്രിയിലെത്തിയ നർമ്മദയുടെ മുഖത്തേക്ക് അവളുടെ അപ്പന് നേരെയൊന്നും നോക്കുവാൻ പോലും കഴിഞ്ഞില്ല. ഇപ്പോഴും ആ അച്ഛൻ്റെ മനസ്സ് രണ്ടു വിധത്തിലും ചിന്തിക്കുന്നു. അയാൾ തൻ്റെ മുഖത്ത് തോർത്തമർത്തി കരയുകയായിരുന്നു. രാത്രി കണ്ണിന് അസുഖം ഇത്തിരി കൂടുതലായിരുന്നുവെന്നും അമ്മയുടെ താലിയും കൺമണിയുടെ മൂക്കുത്തിയും കൊണ്ടുപോയി വിറ്റാണ് അപ്പൻ മരുന്ന് വാങ്ങിക്കൊണ്ടുവന്നതെന്നും പറഞ്ഞ് നർമ്മദയുടെ അമ്മ എണ്ണിപ്പറക്കിക്കൊണ്ടിരുന്നു. ആകെയുള്ള പൊന്നായിരുന്നു, അതും പോയി. അമ്മയുടെ സംസാരത്തിൽ തന്നോടുള്ള പരിഭവം പറച്ചിലായിരുന്നു. അപ്പയ്ക്ക് ഒരു ഉത്തരം കൊടുക്കാൻ ഇതുവരെ അവൾക്ക് സാധിച്ചിട്ടില്ല. ഭദ്രൻ അതിനിടയിൽ ആശുപത്രിയിൽ വന്നു പോയി. ഒന്നുകൂടി ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ് അപ്പൻ അയാളെ തിരിച്ചയച്ചു. അപ്പൻ ഇപ്പോഴും തന്നോടൊരു ഉത്തരം തേടുന്നു. തൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് അയാൾക്ക് കൊടുക്കുവാൻ വ്യക്തമായൊരു ഉത്തരം അപ്പനില്ല. അപ്പൻ എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ഭദ്രനോട് അർത്ഥം മുറിച്ചൊന്നും പറയാതിരുന്നത്. കാശിന്റെ കാര്യം വല്ലോ ശരിയായോ നർമ്മദേ? അമ്മ കണ്ണീരൊക്കെ കൊണ്ട് ചോദിച്ചു. ഇല്ല, പോയ ഒരു സ്ഥലത്ത് പക്ഷേ കിട്ടില്ല. ആ വിഷമത്തിലാണ് ഞാനമ്മ. ഭദ്രൻ വന്നിട്ട് പറഞ്ഞത് എന്താ അറിയോ? നമുക്ക് സമ്മതമാണെന്നാ. ഓപ്പറേഷൻ ഉടനെ നടത്താമെന്ന്. ആദ്യം കണ്ണിൻ്റെ, പിന്നെ എൻ്റെ. കല്യാണം കഴിഞ്ഞിട്ട് മതി പോലും. അമ്മയുടെ ആ വാക്കുകൾ നർമ്മദയ്ക്ക് നന്നായി പൊള്ളി. അമ്മ ഒരുപാട് ആഗ്രഹിക്കും രത്നാകരമായൊരു ബന്ധം. മൗനമായി ഇരുന്നു കൊണ്ട് അപ്പന് ആഗ്രഹിക്കുന്നത് അത് തന്നെ. വിഷമം കൊണ്ടാണ്, വേറെ മാർഗമൊന്നും ഇല്ലാത്തത് കൊണ്ടും. എത്ര ദിവസമായി കണ്ണ് സ്കൂളിൽ പോയിട്ട്. എല്ലാം തൻ്റെ കൈകളിലാണല്ലോ ദൈവമേ. ഇനിയും അത് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. രത്നാകരന് എന്തായാലും ഒരു മറുപടി കൊടുക്കണം. ഭദ്രൻ ഇനി അതും ചോദിച്ചിവിടെ വരാൻ പാടില്ല. രാത്രി നർമ്മദയ്ക്ക് ഉറക്കം വന്നില്ല. ഓരോന്നോർത്ത് കിടപ്പായിരുന്നു. സുജോ, നീ ഉറങ്ങിയാ? ഇല്ല ചേച്ചി, ഉറക്കം എനിക്ക് വരണില്ല. കനത്ത ഇടിമുഴക്കം വീടിന്റെ മൂർധാവിൽ വന്നു വീണു. മഴ പെയ്യാൻ പോണു സുജു, നീ ആ ചെമ്പ് പാത്രം കെടുത്തേ. ചോരുന്ന ഭാഗത്ത് കൃത്യമായി വെക്കാൻ നർമ്മദ എഴുന്നേറ്റു. സുജു എഴുന്നേറ്റ അടുക്കളയിൽ പോയി പാത്രവുമായി വന്നു. താമസിയാതെ മഴയും എത്തി. ചോർന്നൊലിക്കുന്ന പുര, കിടപ്പിലായി പോയ കൺമണിയും അമ്മയും, ദീനം പിടിച്ച അച്ഛൻ, പട്ടിണിയും രോഗങ്ങളും, പലവിധ ചിത്രങ്ങൾ അവളുടെ മുന്നിലെ കൂടിയെടുത്ത് തെളിഞ്ഞു. ഒപ്പം ശംഭു. അവനോട് എന്താണ് പറയുക? അവനൊരു വാക്ക് കൊടുത്തതല്ലേ? രത്നാകരന്റെ മുന്നിൽ കഴുത്ത് നീട്ടിക്കൊടുത്താൽ മാറാവുന്ന ദുഃഖങ്ങൾ. അയാൾ ഒരിക്കലും വാക്ക് മാറില്ല. പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും. ശംഭുവിനെ കഴുത്തെടുത്തിട്ട് വേണ്ടേ രത്നാകരന്റെ മുന്നിൽ ശിരസ് കുനിക്കാൻ? ശംഭുവിനെ മറന്ന് മറ്റൊരാളുടെ വധുവാകാൻ തനിക്ക് കഴിയൂ? പുറത്ത് ആർത്തലിച്ചു പെയ്തുതീരുന്ന മഴയ്ക്കൊപ്പം ഏറെ നേരമായി മഴക്കാർ മൂടി കെട്ടിയ കണ്ണുകളും അന്നേരം പെയ്തൊഴിഞ്ഞു. നർമ്മദ ശംഭു വരുന്ന അതേ സമയം അതേ സ്ഥലത്ത് കാത്തിരുന്നു. ചിന്തകൾ കൊണ്ട് കലുഷിതമായൊരു രാത്രിയായിരുന്നു ഇന്നലെ. ഒരു പോള കണ്ണടയ്ക്കുവാൻ കഴിഞ്ഞില്ല. കൂടാതെ ഭൂമിയെ ഞെട്ടിപ്പിച്ച് ഇടയ്ക്കിടെ വിള്ളൽ വീഴ്ത്തുന്ന വില്ലൻ മിന്നലുകളുടെ ഭീകരത അവളുടെ ഉറക്കത്തെ ആവിധവും അസ്വസ്ഥമാക്കി. ശംഭു ദൂരെ നിന്നും മണിയടിച്ചു വരുന്നു. നർമ്മദയുടെ മുഖം പഴയതുപോലെ പൊട്ടിവിടർന്നില്ല. പ്രസന്നവതിയായി കാണാറുള്ള അവളുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു. കൺതടം നീങ്ങിയിരുന്നു. ശംഭു ചിരിച്ചുകൊണ്ട് സൈക്കിൾ നിർത്തി സ്റ്റാൻഡിട്ടു. എന്നിട്ട് സഞ്ചിയിൽ നിന്നും ചില്ലറ തൊട്ടുകൾ നിറച്ച് ചെറിയ കിറ്റെടുത്ത് അവളുടെ നേരെ കാണിച്ചുകൊണ്ട് പറഞ്ഞു. കാശ് കിട്ടിയില്ലല്ലേ? നിന്റെ ആ പോക്ക് കണ്ടപ്പോ എനിക്ക് പാവം തോന്നി. ദേ, ഇത് നോക്ക്, ഞാൻ കൂട്ടിവെച്ച കാശ. ആദ്യം മരുന്ന് വാങ്ങിപ്പോയി, ബാക്കി നമുക്ക് നോക്കാം. എന്തും നോക്കാന്ന് ശംഭു. നിന്നെ കൊണ്ട് കൂട്ടിയാ കൂടും. ശംഭു, എനിക്ക് വയ്യ, ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലാ. ശംഭു ഒന്നും മനസ്സിലാവാത്ത പോലെ നിന്നു. കണ്ണിന് തീരെ വയ്യ, ഓപ്പറേഷൻ ഉടനെ വേണം. പിന്നെ അമ്മ, പണിക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പനും വയ്യ. എന്നോട് ഞാൻ ഇതുവരെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. എന്ത് കാര്യം? പറയുമ്പോൾ നർമ്മദയ്ക്ക് ഹൃദയമിടിപ്പ് കൂടി. എങ്ങനെ ശംഭു ഉൾക്കൊള്ളും എന്നറിയില്ല. ശംഭുവിനെ പക്ഷേ തനിക്ക് കൈയൊഴിഞ്ഞേ മതിയാവൂ. പറയാതെ പറയുന്ന സമ്മർദ്ദങ്ങൾ അത്രയും തന്നെ നേർക്ക് പതിക്കുന്നു. ഇനിയും ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ആ രത്നാകരന്റെ ഭാര്യയാവാനാണ് വിധിയെങ്കിൽ അങ്ങനെ ആവട്ടെ. പറയാൻ നർമ്മദ എന്താ? അവൾ എല്ലാം ശംഭുവിനോട് പിന്നീട് പറയുകയായി. ത്രയത്തിന്റെ 23-ാം ഭാഗം ഇവിടെ അവസാനിച്ചു. അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ത്രയത്തിന്റെ 24-ാം ഭാഗമായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.